കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 11 അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. അപ്പോൾ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്താണ്? ദൈവത്തെ കാണുന്നതാരാണ്? ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ വാക്യങ്ങൾക്കകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രദ്ധിച്ച്, ദൈവം ഇഷ്ടപ്പെടുന്നത് നീതിയാണ്. ദൈവത്തിൻ്റെ മുഖത്തെ കാണുന്നതാര് എന്നുള്ള ചോദ്യത്തിന് നേരുള്ളവരാണ്. നീതിയും നേരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ ലോകം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സകല മേഖലകളിലും അവിശ്വാസികളുടെയോ വിശ്വാസികളുടെയോ ഇടയിൽ, ജാതികളുടെ വിജാതീയരുടെ ഇടയിൽ, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ, ഇനി ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നവരുടെ ഇടയിൽ ഒക്കെ നഷ്ടപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ് നീതിയും നേരും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളിതെല്ലാം ചെയ്യുന്നതിന് ദൈവത്തിന് ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ? ഉലകത്തിൽ നമ്മളായിരിക്കുന്ന 70 ഏറിയായാൽ 80 വർഷം ഈ കാലഘട്ടത്തിനകത്ത് വെട്ടിപ്പിടിക്കാൻ പറ്റുന്നതെല്ലാം വെട്ടിപ്പിടിച്ച് ഈ ലോകം വിട്ട് മാറ്റപ്പെടുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇവിടെ ഇട്ടേച്ച് കടന്നു പോകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടം കൊണ്ട് നേടേണ്ട മാക്സിമം നേടി അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ വേണ്ടിയത് കരുതി വയ്ക്കുമ്പോൾ നമ്മുടെ മുൻപിൽ നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്. അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ 1, നമ്മൾ നീതിയോടെ നിൽക്കണം. 2, നേരോടെ നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. നീതിയും നേരും എവിടെ വരുമോ അവിടെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരും. അതാണ് പറഞ്ഞ നീതിയെ ഇഷ്ടപ്പെടുന്നത് ദൈവമാണ്. അടുത്ത നേരുള്ളവർ ദൈവത്തിൻ്റെ മുഖം കാണും. നമ്മൾ ഈ കഷ്ടപ്പാടും വേദനയും നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലുകളും ജീവിതത്തിൽ കർത്താവിനെ പ്രതി അനുഭവിച്ചെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യത എന്നുള്ള ആ ഒരു മേഖല അവകാശമാക്കാൻ വേണ്ടിയാണ്, ദൈവത്തെ കാണാൻ വേണ്ടിയാണ്. ദൈവത്തെ കാണണമോ നമ്മൾ നേരോടെ ജീവിച്ച് തന്നെയാകണം. നീതിയോടെ നേരോടെ ജീവിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് നമുക്ക് മാറുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ദൈവം നിറയ്ക്കണം. എല്ലാ പ്രതിസന്ധികളെയും ദൈവം മാറ്റും. വിടുതലോടെ കാക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.